എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7-ലെ NCERT ഹിന്ദിയുടെ വസന്ത് എന്ന പുസ്തകത്തിലെ 7th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് പാപ്പ ഖോഗെ. പാപ്പ ഖോഗെ എന്ന് പറഞ്ഞാൽ പാപ്പ എന്ന് പറഞ്ഞാൽ അച്ഛൻ, ഖോഗെ എന്ന് പറഞ്ഞാൽ മിസ്സായി. ഇതൊരു നാടകമാണ്, ഡ്രാമ, പ്ലേ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിൽ സംവാദമുണ്ട്. സംവാദം പറഞ്ഞാൽ കൺവെർസേഷൻ, ഇതിൽ വാർത്താലാപം എന്നും പറയും അതിന്. അങ്ങനെ അതെല്ലാം ഉള്ള ഒരു നാടകമാണിത്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഇത് എഴുതിയിരിക്കുന്നത് വിജയ് ടെണ്ടുൽക്കർ ആണ്. ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. പാത്ര എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ക്യാരക്ടേഴ്സാണ് കേട്ടോ. പാരയ്ക്കെന്ന് വെച്ചാൽ ബിജ്ലി കാ ഖമ്പ എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ പോസ്റ്റ്. പിന്നെ നാച്ചനെ വാലി, നൃത്തം ചെയ്യുന്നവൾ. പേട്, മരം. ലടുക്കി, പെൺകുട്ടി. ലെറ്റർ ബോക്സ് തന്നെയാണ്. ആദ്മി, ഒരു മനുഷ്യൻ. കൗവ, കാക്ക. ഇനി തുടങ്ങാം. സഡക് രാത് കാ സമയം, രാത്രി സമയമായിരുന്നു. റോഡാണത്. സീൻ പറയുകയാണ്. റോഡാണ്, രാത്രി സമയമായിരുന്നു. സമുദ്രയ്ക്ക് സാമനെ ഫുട്പാത്ത്, സമുദ്രത്തിൻ്റെ തീരത്ത് ഫുട്പാത്ത്. വഹീ പർ എക് ബിജ്ലി കാ ഖമ്പ, അവിടെ എന്താണ്, ഒരു കറണ്ടിൻ്റെ പോസ്റ്റ് ഉണ്ട് അവിടെ. ഖമ്പ എന്ന് വെച്ചാൽ പോസ്റ്റ്. ഏക് പേട്, ഒരു മരമുണ്ട്. ഏക് ലെറ്റർ ബോക്സ്, ഒരു ലെറ്റർ ബോക്സ് ഉണ്ട്. ദൂസരി ഓർ ധീമെ പ്രകാശ് മേ ഏക് സിനിമ കാ പോസ്റ്റർ. പിന്നെ വേറെ സൈഡിൽ എന്താണ്, ധീമെ പ്രകാശ് മേ, മങ്ങിയ പ്രകാശത്തിൽ ഒരു സിനിമയുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ പർ നാച്ചനെ കി ഭംഗിമ മേ ഏക് ഔറത് കി ആകൃതി. അപ്പോൾ ആ പോസ്റ്ററിൽ എന്താ ഉള്ളത്, ഒരു ലേഡി, ഒരു സ്ത്രീ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് ആ പോസ്റ്ററിൽ ഉള്ളത്. സമുദ്ര സേ സൻസനാത്തി ഹവാ കാ ബഹാവ്, സമുദ്രത്തിൽ നിന്ന് സൻസനാത്തി പറഞ്ഞാൽ ഇങ്ങനെ ഇളകി മറിയണ പോലുള്ള അതുപോലത്തുള്ള കാറ്റിൻ്റെ ഒഴുക്ക്. ദൂർ കഹി കുത്തോങ്കി ഭോക്കനെ കി ആവാജ്, ദൂരെ എവിടെയോ കുത്തോങ്കി ഭോക്കനെ കി ആവാജ്. ഭോക്കന എന്ന് പറഞ്ഞാൽ ബാർക്കിംഗ്, പട്ടി കുരയ്ക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഖമ്പ, ആദ്യം ഖമ്പയാണ് പറയണത്. എന്താ പറയുന്നത് നോക്കും. ജമായി റോക്തെ ഹുവേ, ജമായി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കോട്ടുവായ ഇടില്ലേ, അതിനാ പറയണത്. അപ്പോൾ അതിനെ ഇങ്ങനെ തടുത്ത് നിർത്തിയിട്ട്. രാം രാം രാം, രാത് ബഹുത് ഹോ ഗയി, രാത് ബഹുത് ഹോ ഗയി, കുറേ രാത്രിയായി. അതിൻ്റെ അർത്ഥം ഈ നമ്മൾ നേരം ഇരുട്ടി എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, അത് തന്നെയാണ്. പക്ഷേ ഹിന്ദിയിൽ പറയുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ശരിയായിട്ട് അർത്ഥം വരില്ല. അപ്പോൾ നേരം ഒരുപാട് ഇരുട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. പേട്, മരം പറഞ്ഞു. ആജ്കൽ കി രാത്തേ കേസി ഹെ, ഈയിടെ ആയിട്ട് രാത്രികൾ എങ്ങനെയാണ്. ജൽദി ബീത്തിനെ മേഹി നെഹി ആത്തി, വേഗം അത് പിന്നെ സ്പെൻഡ് ആവില്ല, വേഗം കഴിഞ്ഞു പോവില്ല. ഖമ്പ, പോസ്റ്റർ പറഞ്ഞു. ദിൻ തോ കേസന കേസെ ഹഡ്ബടി മേ ബീത് ജാത്താ ഹെ, പകൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോകും. പേട്, ലേക്കിൻ രാത് കോ ബഡി ബോറിയത്ത് ഹോത്തി ഹെ, രാത്രി ഭയങ്കര ബോറാണ് രാത്രി. ഖമ്പ, തബ് ഭി ബർസാത് കി രാത്തോं से तो ये रातें कहीं अच्छी है पेड़राज. അപ്പോൾ പറയണത് ബർസാത് കി രാത്തോ സേ പറഞ്ഞാൽ വർഷകാലം, മഴക്കാലത്തിനെക്കാട്ടിലും ഈ രാത്രികൾ പിന്നെയും എത്രയോ നല്ലതാണ് എന്ന് പറഞ്ഞു. പേഡ്രാജ്, മരത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ബർസാത് കി രാത്തോ മേ തോ രാത് ഭർ ഭീഗ്തേ രഹോ, ബാദലോ സേ ആനെ വാലെ പാനി की मार खाते रहो. तेज हवाओं में भी बल्ब को कसकर पकड़े बराबर एक टांग पर खड़े रहो, बिल्कुल अच्छा नहीं लगता. അപ്പോൾ രാത്രി, മഴക്കാലത്ത് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടുകളാണ്. അതെന്തൊക്കെയാണെന്ന് പറയണത്. ബർസാത് കി രാത്തോമേ, മഴക്കാലത്ത് രാത്രി മുഴുവൻ ഭീഗ്തേ രഹോ, ഭീഗ്ന എന്ന് പറഞ്ഞാൽ നനയ്യ. അപ്പോൾ രാത്രി മുഴുവൻ നനഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ബാദലോസെ ആനേവാലി പാനി കി മാർ ഖാത്തെ രഹോ, ബാദൽ പറഞ്ഞാൽ മേഘങ്ങളിൽ നിന്ന് വരണ വെള്ളത്തിനെ മാർ ഖാത്തെ രഹോ, വെള്ളം മേലെ തട്ടിക്കൊണ്ടിരിക്കില്ലേ, അതിനാണ് പറയണത്. തേജ് ഹവാओं में भी बल्ब को कस कर पकड़े बराबर एक टांग पर खड़े रहो. നല്ല തേജ് ഹവ, ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റിലെ ബൾബിനെ കസ്കർ, ടൈറ്റായിട്ട് പറഞ്ഞ ബൾബ് താഴെ വീഴാതിരിക്കാൻ ബൾബിനെ ശരിയായിട്ട് നന്നായിട്ട് പിടിച്ചിരിക്കണം. അതുമാത്രമല്ല ഏക് ടാങ് പർ ഖടേ രഹോ, ഒരു കാലിലേ നിൽക്കണം. ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ, തീർത്തും ഇഷ്ടമല്ല ഇതൊന്നും.
उस वक्त लगता है इससे तो अच्छा था ना होता बिजली के खംഭे का ജനം. ആ സമയത്ത് തോന്നും, എങ്ങനെ തോന്നും, ഇസ്സേ തോ അച്ഛാ താ, ഇതിനെക്കാട്ടിലും നല്ലതായിരുന്നു ഈ കറണ്ടിൻ്റെ പോസ്റ്റായിട്ട് ജനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നും. ബൾബ് ഫേക്ക്, ബൾബിനേക്ക് എടുത്തെറിഞ്ഞ് തബ് ദൂർ കഹി ഭാഗ് ജാനെ കാ ജി ഹോത്താ ഹെ, വേറെ എവിടെയെങ്കിലും ദൂരെ ഓടിപ്പോകാനുള്ള ജി ഹോത്താ ഹെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നും. ജി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് മനസ്സ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. पेड़, मुझ पर भी एक रात आसमान से गड़गड़ाती बिजली आकर पड़ी थी. അപ്പം മരം പറയാൻ തുടങ്ങി, എന്താണ്, എൻ്റെ മേലെയും ഒരു രാത്രി ഇതേപോലെ തന്നെ ആകാശത്തുനിന്ന് ഗഡ്ഗഡാത്തി എന്ന് പറഞ്ഞാൽ തണ്ടർ, ഭയങ്കര ശബ്ദത്തോടെയൊക്കെ വരില്ലേ, അതാണ് ബിജ്ലി എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്, മിന്നൽ. അപ്പോൾ അതുപോലെ ഇടിയും മിന്നലും എല്ലാം കൂടി എൻ്റെ മേലെയും വന്ന് വീണിട്ടുണ്ടായിരുന്നു ഒരു രാത്രി. അരെ ബാപ് രേ, വോ ബിജ്ലി തീ യാ ആഫത്ത്, അത് ബിജ്ലി ലൈറ്റനിങ് ആയിരുന്നോ അതോ മിന്നലായിരുന്നോ അതോ ആഫത്ത്. ആഫത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് എന്നൊക്കെ പറയില്ല, തന്നെയാണ് മുസീബത്ത് എന്നും പറയും ഹിന്ദിയിൽ. അത് വല്ലാത്തൊരു കഷ്ടപ്പാടായിരുന്നു, അത് കഷ്ടപ്പാടുള്ള രാത്രിയായിരുന്നു അത്. യാദാത്തെ ഹി അബ്ബി ദിൽ ധക് ധക് കർണേ ലഗ്താ ഹെ, എനിക്കത് ഓർമ്മ വരുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സ് ധക് ധക് എന്ന് പറയാൻ തുടങ്ങും. ഓർ ബിജ്ലി ജഹാ ഗിരി ഥി വഹാ ഗഡ്ഡ കിത്ന ഗഹ്റ പട് ഗയാ താ, പിന്നെന്താണ്, ആ ലൈറ്റ്നിങ്, ആ മിന്നൽ എവിടെ വീണോ അവിടെ വലിയൊരു ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴി പോലെ ആയിരുന്നു, അവിടെ നല്ല ഡീപ്പായിട്ടൊരു കുഴി പോലെ ആയി. खंबे महाराज, खंबे महाराजिൻ്റെ അടുത്ത് പറയുകയാണ്. अब जब कभी बारिश होती है तो मुझे उस रात की याद हो आती है. അപ്പോൾ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് ആ രാത്രിയുടെ ഓർമ്മയാണ് വരിക. അങ്ക് ധർ ധർ കാമ്പനി ലഗ്താ ഹെ, പറഞ്ഞ ഓരോ അവയവങ്ങളും എനിക്ക് ധർ ധർന്ന് വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഖമ്പ എന്താ പറയുന്നത്, മേരി തബിയത്ത് ഹി ലോഹെ കി ഹെ, എൻ്റെ ശരീരം എന്താണ്, ലോഹെ കി ഹെ, അത് മെറ്റലിൻ്റെ, ഇരുമ്പിൻ്റെയാണ്. ലോഹ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെയാണ്. जो मैं बीमार नहीं पड़ता, അതുകൊണ്ട് എനിക്ക് അസുഖമൊന്നും വരില്ല. വർണ കോയി ഭി ഇസ് തര ബാരിഷ് ठंडी धूप में खड़ा रहे तो ज़रूर बीमार പड़ जाए. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഏത് സമയവും മഴയത്തും വെയിലത്തും പിന്നെ വെള്ളത്തിലും അങ്ങനെ എല്ലാം നിൽക്കുന്ന സമയത്ത്, തണുപ്പിലും എല്ലാം നിൽക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. പക്ഷേങ്കിൽ എൻ്റെ എന്താണ്, എൻ്റെ ലോഹ കൊണ്ട്, ഇത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് എനിക്ക് അസുഖമൊന്നും വരില്ല. പड़ जाएगा या नहीं, कितने दिन बीत गए, कितनी रातें, लेकिन मैं बराबर इसी तरह खड़ा हूँ. അത് അസുഖം വരുമോ ഇല്ലെന്നുള്ളതല്ല, കിത്നി ദിൻ ബീത് ഗയ, എത്ര ദിവസം കഴിഞ്ഞു, എത്ര രാത്രി കഴിഞ്ഞു, പക്ഷെ ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ നിൽക്കുക തന്നെയാണ് പണി. ലംബി ठंडी सांस छोड़कर, അങ്ങനെ ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു, ചുങ്കി കി യഹ നൗക്കരി ബി കൊയ് നൗക്കരി ഹെ, ഇതുപോലുള്ളൊരു ജോലി, ഇതൊരു ജോലിയാണോ. पेड़, അപ്പം മരം പറയും, अपने पत्तों कोट पहनकर मुझे सर्दी बारिश या धूप में उतनी तकलीफ़ नहीं होती. എൻ്റെ പത്തോങ്ക കോട്ട് പെഹൻകർ പറഞ്ഞാൽ ഇലകളാകുന്ന കോട്ടിട്ടിട്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് തണുപ്പും ഒന്നും തോന്നില്ല, പറഞ്ഞാൽ അത്ര മഴയും തട്ടില്ല, എനിക്ക് വെയിലും തട്ടില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എനിക്ക്. തോബി തുംസെ ബഹുത് പെഹലെ ഖടാ ഹൂ മേ യഹാ, പക്ഷേ എന്നാലും എന്താണ്, നിന്നെക്കാട്ടിലും എത്രയോ മുമ്പ് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്ത് പറയുകയാണ്, മരം പറയുകയാണ്, നിന്നെക്കാട്ടിലും എത്രയോ മുമ്പ് തൊട്ടിട്ട് ഞാൻ ഇവിടുത്തെ ഉണ്ട്. പക്ഷേ യഹി മേരാ ജന്മ ഹുവ ഇസി ജഹ, ഇവിടെ തന്നെയായിരുന്നു എൻ്റെ ജന്മം, ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയായിരുന്നു. ഇസി ജഗ, ഇതേ സ്ഥലത്തായിരുന്നു ഞാൻ ജനിച്ചത്. ജന്മം എന്ന് പറഞ്ഞാൽ ജനനം. തബ് സബ് കുച്ച് കിത്തന അലഗ് ഥാ യഹാ, അപ്പോൾ എല്ലാം എത്ര ഡിഫറെൻ്റ് ആയിരുന്നു, എത്ര വേറെ തരത്തിലായിരുന്നു ആ സമയത്ത് ഇവിടെ. വഹാക്കെ വേ സബ് ഊഞ്ചെ ഊഞ്ചെ ഘർ നഹി ഥേ തബ്, ഇതുപോലെ അവിടെ കാണുന്ന ഉയരമുള്ള വീടുകളൊന്നും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏ സഡക് ബി നഹി ഥി, ഈ റോഡും ഉണ്ടായിരുന്നില്ല. വഹ സിനിമ കാ ബഡാ സ പോസ്റ്റർ ഓർ ഉസ്മേ നാച്ചനെ വാലി ഔറത്ത് ബി തബ് നഹി ഥി, ആ സിനിമയുടെ വലിയ പോസ്റ്ററും അതിൽ ആ നൃത്തം ചെയ്യുന്ന സ്ത്രീൻ്റെ ചിത്രവും പോസ്റ്ററും ഒന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. സിർഫ് സാമനിക്കായ സമുദ്രത, ഈ അടുത്ത് കാണുന്ന സമുദ്രം മാത്രമായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ബഹുത് അക്കേലാപ്പൻ മെഹസൂസ് ഹോത്താ താ, ഭയങ്കര അക്കേലാപ്പൻ എന്ന് വെച്ചാൽ ലോൺലിനെസ്, ഭയങ്കര ലോൺലിനെസ് ആയിട്ട് തോന്നുമായിരുന്നു, ഒറ്റപ്പെട്ട പോലെ തോന്നുമായിരുന്നു. തുമേ ജബ് യഹാ ലാക്കർ ഖടാ കിയാ ഗയാ തോ സോച്ചാ ചലോ കോയി സാത്തി തോ മില ഇത്തനാ ഹി സഹി, നിന്നെ ഈ പോസ്റ്ററിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച സമയത്ത്, ഈ കറണ്ടിൻ്റെ പോസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് തോന്നി, ആരെങ്കിലും ഉണ്ടായിരുന്നല്ലോ, ആരെങ്കിലും വന്നല്ലോ എന്നുള്ളൊരു സമാധാനമായി.
കോയി സാത്ത് ചലോ കോയി സാത്തി तो मिला ആരെങ്കിലും കൂട്ടുകാരെ കിട്ടിയല്ലോ എന്ന് തോന്നി. लेकिन वो भी कहा പക്ഷേ അതും എന്താ, തും शुरू में मुझसे बोलने को ही तैयार नहीं थे. നീ ആദ്യം എൻ്റെ അടുത്തൊന്നും സംസാരിക്കാനേ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. मैंने बहुत बार कोशिश की. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. കോശിഷ് എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക. पर तुम्हारी അക്കട് ജഹാത്തി വഹി കായം. നിൻ്റെ അക്കട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വലിയ സ്റ്റൈൽ കാണിക്കണോ പോസ് അടിക്കുന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് പറഞ്ഞ ഒരു റിജിഡിറ്റി, നമ്മൾ മിണ്ടിയാലും മിണ്ടാതെ ഇരിക്കുന്ന സ്വഭാവം. അപ്പോൾ നിൻ്റെ അക്കട്, നിൻ്റെ അതുപോലത്തുള്ള ആ സ്റ്റൈലും പോസൊക്കെ അത് നിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. പറഞ്ഞാൽ മിണ്ടാൻ വരില്ലായിരുന്നു. ബാദ് में मैंने भी सोच लिया. പിന്നെ ഞാനും വിചാരിച്ചു, ഇസ്കി നാക്ക് ഇത്തിനി ഊഞ്ചി ഹേ തോ രഹനെ തോ. ഇവൻ്റെ മൂക്ക് ഇത്ര ഉയരത്തിലാണെങ്കിൽ ഇരുന്നോട്ടെ. അതിൻ്റെ അർത്ഥം നിനക്ക് ഇത്ര കുത്തോളം പിന്നെ മിണ്ടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ബാദ് में मैंने भी सोच लिया इसकी नाक इतनी ऊंची है तो रहने दो. मैंने भी कभी आवाज़ नहीं लगाई. ഞാനും പിന്നെ അതിനുശേഷം മിണ്ടിയിട്ടില്ല. अपना भी स्वभाव जरा ऐसा ही है. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ ഞാനും മിണ്ടില്ല. खंबा. അപ്പോൾ खंबा പറഞ്ഞു, और एक दिन जब आंधी पानी में मैं बिल्कुल तुम्हारे ऊपर ही आ पड़ा. പിന്നൊരു ദിവസം ആന്ധി, കൊടുങ്കാറ്റ്, വലിയ കാറ്റും മഴയത്തൊക്കെ मैं बिल्कुल तुम्हारे ऊपर ही आ पड़ा, ഞാൻ നിൻ്റെ മേലെ തന്നെ വന്ന് വീണു. അപ്പോൾ പേട് പറഞ്ഞു, ബാപ് रे कैसा था वो आंधी पानी का तूफान. अब എങ്ങനെയായിരുന്നു ആ ദിവസം, പറഞ്ഞ ആ കൊടുങ്കാറ്റ് മഴയും കൂടിയൊക്കെയുള്ള പിന്നെ ആ രാത്രി എങ്ങനെയായിരുന്നു. खंबा. അപ്പം खंबा പറയും, തും ഖടേ തേ ഇസ്ലിയെ മേ കുച്ച് സംഭൽ ഗയാ. നീ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് എന്നെ സ്വന്തം സമ്പാലിക്കാൻ പറ്റിയിരുന്നു. തുമ്നെ മുझे ऊपर का ऊपर झेल लिया. നീ എന്നെ എന്താണ് ऊपर का ऊपर പറഞ്ഞാൽ നിൻ്റെ മേലെ ഞാൻ വീഴുന്ന സമയത്ത് നീ എന്നെ സഹിച്ചു. झेल लिया പറഞ്ഞാൽ നീ എന്നെ സഹിച്ചു, നീ സഹിച്ച് അവിടെ നിന്നു. അച്ഛാ ഹുവാ. അത് നന്നായി എന്തായാലും. ചാഹെ തും ഖുദ് കാഫി ജഖം ഹോ ഗയേ. നിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി വന്നാലും, ജഖ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി ആവുക, എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നീ എന്നെ താങ്ങി അവിടെ നിർത്തി, എനിക്ക് സപ്പോർട്ട് തന്നു. ബാദ് മേ മേരാ ഗുരൂർ ബി ജഡ് ഗയാ. പിന്നെ അതിൻ്റെ ശേഷം എന്താണ്, എൻ്റെ ഗുരൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘമണ്ട് എന്ന് ഹിന്ദിയിൽ പറയും. പറഞ്ഞാൽ പ്രൗഡ്, അഹങ്കാരം എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ്. അത് ജഡ് ഗയാ പറഞ്ഞാൽ പൊഴിഞ്ഞുപോയി, അതിൻ്റെ അർത്ഥം കുറഞ്ഞു. ഓർ അപ്നി ദോസ്തി ഹോ ഗയി. പിന്നെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പായി. പേട്. അപ്പോൾ മരം പറയും, ഹവ ആജ് ബി ബഹുത്ത് ഹൈ. ഇന്നും കാറ്റ് നല്ല കാറ്റ് വീശുന്നുണ്ട് ഇന്നും. ദോനോ ചുപ്പ്. രണ്ടുപേരും മിണ്ടാതിരുന്നു. ഹവാ കി ആവാജ്. കാറ്റിൻ്റെ ശബ്ദം. കുത്തേ കാ ഭോക്ന. പട്ടികൾ കുരയ്ക്കുന്നുണ്ട്. പോസ്റ്റർ പർ ബനി നാച്ചനെ വാലി ഔരത് ടേഡി ഹോ ജാത്തി ഹെ. ആ പോസ്റ്ററിലുള്ള നൃത്തം ചെയ്യുന്ന സ്ത്രീൻ്റെ അത് ടേഡി ഹോ ജാത്തി ഹെ, അത് വളഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ. അതിൻ്റെ അർത്ഥം കാറ്റിൽ ആ പോസ്റ്റർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണത് ടേഡി ഹോ ജാത്തി ഹെ എന്ന് പറയുന്നത്, അത് വളയുന്നു എന്ന് പറയുന്നത്. ഉസ്കെ ഗുങ്കുരു ബജ്തേ ഹെ. അവളുടെ ഗുങ്കുരു എന്ന് പറഞ്ഞാൽ ചെലങ്കയുടെ ശബ്ദം വരുന്നു. വഹ് ഫിർ പെഹ്ലെ കി തറ സ്ഥിർ ഹോ ജാത്തി ഹെ. പിന്നെ അത് കഴിഞ്ഞ് ആദ്യത്തെ പോലെ തന്നെ ആവുന്നു. ലെറ്റർ ബോക്സ് കിസി ദോഹെ കാ ഏക് ചരൺ ഗുൻഗുനാത്ത ഹെ ഓർ റുക് ജാത്ത ഹെ. ലെറ്റർ ബോക്സ് എന്താ ചെയ്യുന്നത്, അപ്പോൾ അവിടെ കിസി ദോഹെ കാ, അത് ദോഹ എന്ന് പറഞ്ഞാൽ കവിതകൾ, ദോഹ അതല്ലാണ്ട് സാധാരണ കവിതകൾ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കവിതകൾ. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയോ പിന്നെ വരികൾ പാടുന്നു. റുക് ജാത്ത ഹെ, പിന്നെ നിൽക്കുന്നു. കൗവ. അപ്പോൾ അവിടെ ഇനിയൊരു കൗവ, ഒരു ക്രോ കൂടിയുണ്ട്, ഒരു കാക്കയുണ്ട്. അപ്പോൾ പേടിക്ക് പീച്ചേ സെ ഝാങ്കർ. മരത്തിൻ്റെ പിന്നാലെ നിന്ന് ഇങ്ങനെ ഝാങ്കന പറഞ്ഞാൽ പീപ്പിംഗ്, എത്തി നോക്കിയിട്ട്. കാവ് കോൺ ഹെ ജോ രാത് കെ വക്ത് ഇത്തനി മീठी ആവാജ് ലഗാക്കർ മേരി നീന്ത് ഖരാബ് करता है. ഇതാരാണിത് ഈ രാത്രി ഇതുപോലത്തുള്ള മീട്ടി ആവാജ്, മധുര സ്വരങ്ങൾ പറഞ്ഞ മധുരമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് എൻ്റെ നീന്ത് ഖരാബ് കർത്താ ഹെ, എൻ്റെ ഉറക്കത്തിനെ കെടുത്തുന്നു. ജറാ ബർ ചേൻ നഹി ഹെ ഇനെ. ഇത്തിരി ഒന്ന് സമാധാനത്തിലിരുന്നൂടെ ഇവർക്ക്. ലെറ്റർ ബോക്സ്. മീട്ടി ആവാജ് മേ നഹി ഗായ തോ ക്യാ ഇസ് കൗവെ ജേസി കർക്കശ് കാവ് കാവ് കരേ. അപ്പോൾ ലെറ്റർ ബോക്സ് പറയാൻ തുടങ്ങി. നല്ല മധുരമായിട്ടുള്ള ശബ്ദത്തിൽ പാടിയില്ലെങ്കിൽ എന്താ പിന്നെ ഈ കാക്കയെ പോലെ കാവ് കാവ് എന്നാണ് പറയേണ്ടത്. കെഹത്താ ഹെ ജറാവർ ബി ചൈൻ നഹി. പറയാണ് ഇത്തിരി മിണ്ടാതിരുന്നൂടെ എന്ന്. പേട്ട് മേ ഹാത്ത് ഡാൽക്കർ ഏക് പത്ര നിക്കാൽത്താ ഹെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, വേഗം വയറ്റിൽ നിന്ന് കൈയിട്ടിട്ട്, വയറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഒരു ലെറ്റർ എടുക്കും വെളിയിൽ.
ധീരെ സെ ജീപ്പ് को लगाकर खोलता है പതുക്കെ എന്ത് ചെയ്യും അങ്ങനെ നാവ് കൊണ്ട് തൊട്ടിട്ട് അതിനെ തുറക്കും ഇങ്ങനെ തുപ്പൽ തൊട്ട് തുറക്കും ഉസ്മേ സെ കാഗസ് നിക്കാൽ കർ റോഷ്നി മേ പഠനെ ലഗ്താ ഹൈ അപ്പോൾ അവിടെ പോസ്റ്റർ എന്തായാലും അടുത്തുണ്ട് അതിൽ ബൾബൊക്കെ ഉണ്ട് അപ്പോൾ ആ വെളിച്ചത്തിൽ മെല്ലെ ആ പേപ്പർ എടുത്ത് ആ ലെറ്റർ എടുത്ത് പഠിക്കാൻ തുടങ്ങും यह किसकी चिट्ठी आकर पड़ी है ഇത് ആരുടെ ലെറ്ററാണിത് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ അതിൽ എഴുതിയിരിക്കുന്നുണ്ട് ठीक क्या क्या कहता है എന്താ അത് പറയുന്നതാവോ നോക്കട്ടെ ശ്രീമാൻ ശ്രീയുത് ഗോവിന്ദ് റാവ് ജി ഓം ഓം ശ്രീമാൻ ശ്രീയുത് ആ ലെറ്റർ ആർക്കൊക്കെ അഡ്രസ്സ് ചെയ്തതാണ് അത് വായിക്കുന്നത് കേട്ടോ ആപ്കാ ലഡ്ക പരീക്ഷിത് പഠായി മേ കാഫി കംജോർ ഹെ ലെറ്ററിൽ എഴുതിയിരിക്കുന്നതാണ് വായിക്കുന്നത് നിങ്ങളുടെ മകൻ ആപ്കാ ലഡ്ക നിങ്ങളുടെ മകൻ പരീക്ഷിത് പഠായി മേ കാഫി കംജോർ ഹെ പഠിപ്പിൽ അവൻ ഭയങ്കര വീക്കാണ് കംസോർ എന്ന് പറഞ്ഞാൽ വീക്കാണ് ക്ലാസ് മേ ഉസ്ക ധ്യാൻ പഠായി മേ ബിൽക്കുൽ നഹി രഹത്താ ഹൈ അപ്പോൾ ക്ലാസ്സിൽ അവൻ്റെ ശ്രദ്ധ പഠിപ്പിൽ തീരെയില്ല ഇസ്കി ബജായ് उसी क्लास से गायब रहकर बंडे खेलना ज़्यादा अच्छा लगता है അതിൻ്റെ ആ സമയത്ത് അവൻ എന്താ ചെയ്യുക ക്ലാസ്സിൽ നിന്ന് ഗായബ് ഡിസപ്പിയർ ആവും അവൻ അവിടെ നിന്ന് പോയി വെളിയിൽ പോയി എന്ത് ചെയ്യും ബണ്ടേ കേൽന പറഞ്ഞാൽ ഈ ഗോട്ടി ഒക്കെ കളിക്കുകയൊക്കെ ചെയ്യില്ലേ പണ്ടത്തെ കാലത്ത് അതുപോലെ ഒരു കളിയാണെന്തോ അതാണ് അവന് കൂടുതൽ ഇഷ്ടം ഏക് ബാർ ഖുദ് ആക്കർ മുത്സെ മിലിയേ നിങ്ങൾ ഒരു പ്രാവശ്യം എന്നെ വന്ന് കാണണം എന്നെ ഡയറക്റ്റ് വന്ന് കാണണം പരീക്ഷിത് കെ പാപ്പ ഹെഡ് മാസ്റ്റർ സെ മിൽ ബി ലേങ്കെ तो क्या हो जाएगा പരീക്ഷിതിൻ്റെ അച്ഛൻ ഇനിയിപ്പോൾ ഹെഡ് മാസ്റ്റർ അടുത്ത് പോയി കണ്ടാലും എന്താവും സ്കൂൾ മേ ബच्चे പടേ നഹി ക്ലാസ് സെ ഗായബ് രഹകർ ബണ്ടേ കേൾത്തെ രഹേ സ്കൂളിൽ കുട്ടികൾ പഠിക്കുകയല്ല ക്ലാസ്സിൽ നിന്ന് വെളിയിൽ പോയി പിന്നെ കളിച്ചുകൊണ്ടിരിക്കും ഇസ്ക ക്യാ മത്ലബ് ഹേ അതിൻ്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞാൽ ലെറ്റർ ബോക്സ് അല്ലേ ഇതൊക്കെ വായിക്കണത് ആരുടെയോ ലെറ്ററാണ് ആർക്കോ അയച്ച ലെറ്ററാണ് അപ്പോൾ ഇതൊക്കെ എന്താ അർത്ഥം ആരാ എഴുതിയിരിക്കുന്നത് ആർക്കാ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ എന്താവോ എന്ന് പറയണം ഫീസ് കെ പൈസ ക്യാ പോക്കറ്റ് മേ ആത്തെ ഹേ ഫീസിൻ്റെ പൈസ എന്താ വെറുതെ വരികയാണോ ഫോക്കട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ വരികയാണോ ഫ്രീയിൽ കിട്ടുകയാണെന്ന് പറയില്ലേ സബി പാപ്പ ലോഗ് ഓഫീസ് മേ ഇത്തന കാം കർത്തെ ഹേ തബ് കहीं ജാക്കർ മിൽത്തെ ഹേ പൈസ എല്ലാ അച്ഛന്മാരും ഓഫീസിൽ കുറേ പണി ചെയ്താൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുള്ളൂ ഉन्हें ये बच्चे ഫോക്കറ്റ് की समझे ആഖിർ ക്യൂ പക്ഷേ ഈ കുട്ടികൾ എന്താണ് അത് വെറുതെ കിട്ടണ പോലെയാണ് ഈ കുട്ടികൾക്ക് അതിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയണം ആഖിർ ക്യൂ അങ്ങനെ എന്താ മുझे ഹെഡ് മാസ്റ്റർ ഹോന ചെയ്യത്ത എനിക്ക് ഹെഡ് മാസ്റ്റർ ആവണമായിരുന്നു ഞാൻ ഹെഡ് മാസ്റ്റർ ആവണമായിരുന്നു ഇസ് പരീക്ഷിത് കെ ഹോഷ് തബ് മേ അച്ചി തര ടിക്കാനെ ലഗ്ത അപ്പോൾ ഈ ലെറ്റർ ബോക്സ് വിചാരിക്കണം അപ്പോൾ ഞാൻ ഈ പരീക്ഷത്തിനെ ശരിയാക്കുമായിരുന്നു ഞാനിവനെ വഹ പത്ര രക്കർ ദൂസറ നിക്കാൽത്ത ഹെ അവിടെ വയ്ക്കും ആ ലെറ്ററിനെ തിരിച്ചങ്ങോട്ട് വയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ലെറ്റർ എടുക്കും അപ്പോൾ ഇഹ കിസ്ക ഹെ ഈ ലെറ്റർ ആരുടെ നോക്കാം ഇനി ഇപ്പോൾ അപ്പോൾ ഖമ്പ അടുത്ത് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഖമ്പ പറയും ക്യോ लाल ताऊ आज किस किसके पत्र चोरी चोरी पढ़ते हैं लाल ताऊ ലാൽ എന്ന് പറയുന്നത് ചുവപ്പ് ലെറ്റർ ബോക്സ് റെഡ് കളറല്ലേ അതിന് താവു എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ അച്ഛൻ്റെ വലിയ ബ്രദർ കേട്ടോ വലിയച്ഛൻ എന്നൊക്കെ പറയില്ലേ അതിന് താവു എന്ന് പറയും ലാൽ താവു ഇന്ന് ആരുടെയൊക്കെ ലെറ്ററാണ് ചോരി എന്ന് പറഞ്ഞാൽ കാണാതെ മോഷ്ടിച്ചിട്ട് പഠിക്കുന്നത് ഇപ്പോൾ ലെറ്റർ ബോക്സ് പറയും ആശ്ചര്യമായിട്ട് ചോരി ചോരി കിസ്ലിയെ അതെന്തിനാ അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം സബി ചിട്ടിയ മേരി ഹി തോ കബ്ജ में होती है എല്ലാ ലെറ്ററും എൻ്റെ കസ്റ്റഡിയിലാണ് കബ്ജ എന്ന് പറഞ്ഞാൽ കസ്റ്റഡി എൻ്റെ കയ്യിലാവുള്ളത് എൻ്റെ കസ്റ്റഡിയിലുള്ള എല്ലാ ലെറ്ററും അച്ചി തര റോജ് പഠിത്താ ഹോ ഞാനത് ദിവസവും അത് വായിക്കാറുണ്ട് അപ്പോൾ पेड़ അപ്പോൾ മരം പറയും कब्जे में होने का मतलब यह तो नहीं लाल ताऊ कि लोगों की चिट्ठियाँ फाड़ कर पढ़ते रहो നിൻ്റെ കസ്റ്റഡിയിലാണ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതല്ല നീ അതിനെ എല്ലാത്തിനെയും തുറന്ന് വായിക്കുക ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്കോ പത്താ ചൽ ഗയാ തോ ഇത് പോസ്റ്റ് മാസ്റ്റർക്ക് എങ്ങാനും അറിഞ്ഞാലോ ഇപ്പോൾ ലെറ്റർ ബോക്സ് പറയും ചൽത്താ ഹേ പത്താ തോ ചൽ ജാനേ ദോ അങ്ങനെ അറിയണതിനെങ്കിൽ അറിഞ്ഞോട്ടെ മേരി തറ യഹാ രാത് ദിൻ ബൈഠ്കർ ദിക്കായെ തബ് പത്താ ചലേ എന്നെ പോലെ ഇവിടെ ദിൻ രാത് രാവും പകലും ഇവിടെ നിന്ന് കാണിക്കട്ടെ അപ്പം അതിൻ്റെ परसों वह पोस्टमैन मेरे पेट में से चिट्ठियाँ निकाल रहा था और मुझे इतनी लंबी जमाई आई कि रो ही रुकी परसों മിനിഞ്ഞാന്ന് ആ പോസ്റ്റ്മാൻ വന്നിട്ട് എൻ്റെ വയറ്റിൽ നിന്ന് ലെറ്റേഴ്സ് എടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വളരെ ഇത്തിനി ലംബി ജമായി എനിക്ക് ഭയങ്കര വലിയ കോട്ടുവായ വന്നു എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജമായിലേത്ത എടുക്കും അപ്പോഴും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു വഹ ദേഖ്താ ഹി രഹ ഗയ അവൻ നോക്കിക്കൊണ്ട് നിന്നു ചിട്ടിയോं का बंडल बनाकर जल्दी
ചലത്താ ബനാവ ആ മൊത്തം ലെറ്റേഴ്സ് എടുത്ത് അതിനെയൊക്കെ ബണ്ടലാക്കി അവൻ പോയി അവിടുന്ന്. ലേക്കിൻ യഹ ലെറ്റർ ബോക്സ് അവൻ പോയി അവൻ്റെ വാട്ടിൽ. പക്ഷേങ്കിൽ ഈ ലെറ്റർ ബോക്സോ ഇसे नहीं बोरियत होती एक जगह बैठे बैठे ഇതിന് ഒരേ സ്ഥലത്ത് ഇരുന്നിരുന്നിട്ട് ഇപ്പം സ്വന്തം കാര്യം തന്നെ പറയണേ. मैं कहता हूँ ഞാൻ പറയണത് എന്താണ്, ചാർ ചിട്ടിയാ മൻ ബഹലാനെ ലിയെ പढ़ भी ले तो क्या हो गया. ഒരു 3-4 ലെറ്റർ എടുത്ത് അത് നമ്മൾ മൻ ബഹലാനെ ലിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ, എൻ്റർടൈൻ ചെയ്യാൻ, ടൈം പാസ് ആവാൻ വേണ്ടിയിട്ട് ഒന്നത് പഠിച്ചൊന്നുണ്ട് വായിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ എന്തായി പോയി ഇപ്പോൾ. അപ്പം മരം പറയും ലേക്കിൻ ചിട്ടി ജിസെ ലിഖി ഗയി ഹോ ലാൽത്താവു ഉസെ ഹി പഠിനി ചെയ്യേ. അപ്പം ലാൽത്താവു എന്താ പറയണത്, ചിട്ടി ആർക്കാണോ ലെറ്റർ എഴുതിയിരിക്കുന്നത് അവരെ പഠിക്കാൻ പാടുള്ളൂ. അത് പ്രൈവറ്റ് ഹോത്തിയേ, പ്രൈവറ്റ് അത് പ്രൈവറ്റ് ആയിരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സീക്രട്ടാണ് എന്നാ പറയുന്നത്. ലെറ്റർ ബോക്സ് മേ കഹാ കിസി കി ചിട്ടി പാസ് റഖ് ലേത്താവും, ഞാൻ ആരുടെയെങ്കിലും ലെറ്റർ ഞാൻ എൻ്റെ അടുത്ത് വെക്കുന്നുണ്ടോ, അതിനെ ഞാൻ എൻ്റെ അടുത്ത് എന്തിനു വെക്കണം. കിസി ജിസ്കി ഹോത്തി ഹെ ഉസെ മിൽ ഹി ജാത്തി ഹെ, അത് ആരുടെ വെച്ചാൽ അവർക്കത് കിട്ടുക തന്നെ ചെയ്യും. കിസിക്ക് ഗുപ്ത് ബാത്തേ മേ കബ് ബഹർ നിക്കാലിനെ ദേത്താ ഹൂँ. ആരുടെയെങ്കിലും ഗുപ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെളിയിൽ എവിടെ ഞാൻ പറയാൻ പോകുന്നത്, വഹ മുജെ മുസ്തഖ് ഹി രഹത്തി ഹെ, അത് എന്നിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയും വെളിയിൽ പോയില്ല, അത് എന്നിൽ തന്നെ ഉണ്ടാവും. ഇസ്ലിയെ तो मुझे अपना बहुत महत्व लगता है. അതുകൊണ്ട് എനിക്ക് സ്വന്തം തന്നെ ഞാൻ നല്ല മഹത്വമായിട്ടുള്ളതാണ് തോന്നും. പേട് മരം പറയും. അപ്പോൾ कोई आ रहा लगता है, ആരോ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. सब चुप हो जाते हैं, എല്ലാവരും മിണ്ടാതിരിക്കും, സൈലൻ്റായി എല്ലാവരും. പോസ്റ്റർ पर बनी नाचने वाली का संतुलन फिर से बिगड़ता है. ആ പോസ്റ്ററിൽ നൃത്തം ചെയ്യുന്ന ആ സ്ത്രീയെ ഉള്ള ആ പോസ്റ്ററിൻ്റെ ബാലൻസ്, സന്തുലൻ പറഞ്ഞാൽ ബാലൻസ്, പിന്നെയും അത് പോകും, ബാലൻസ് പോകും. ബിഗഡത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പോയിലാവുക, പോവും, അങ്ങോട്ട് ഇങ്ങോട്ട് ഇളകാൻ തുടങ്ങും. ഫിർ പെഹലേക്ക് തറ സ്ഥിർ ഓർ സ്തബ്ദ് ജാത്തി ഹെ, പിന്നെ അത് ആദ്യത്തെ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങും. തേജ് ഹവാക്കി ബൻബനാഹട്ട്, ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റ് വീശുന്നു. ബൻബനാഹട്ട് എന്ന് പറഞ്ഞാൽ ആ കാറ്റ് വീശുന്ന ശബ്ദത്തിനെയാണ് പറയുന്നത് ബൻബനാഹട്ട്. ഭിഖാരി ജैसा एक आदमी आता है. ഭിഖാരി ഭിക്ഷക്കാരനെ പോലെ ഒരു മനുഷ്യൻ വരുന്നു. ഉസ്കെ കന്ദേ പർ സോയി ഹുയി ഏക് ലड़की है, അവൻ്റെ തോളിൽ എന്താണ്, ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആദ്മി ആ മനുഷ്യൻ അവിടെ വന്നു. മേ ബच्चे ഉഠാനെ വാല ഹൂँ, ഞാൻ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. ദൂസറ കോയി കാം കർണേക്ക് മേരി ഇച്ഛ നഹി ഹോത്തി, വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല വേറെ പണി ചെയ്യാൻ. അഭി തോടി ദേർ പെഹലെ ഏക് ഘർ സെ യഹ് ലड़की ഉഠായി ഹെ मैंने, അപ്പോൾ കുറച്ച് നേരം മുമ്പ് ഞാൻ അവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഗഹരി നീന്ത് സോ രഹി തി, നല്ല ഉറക്കമായിരുന്നു ആ കുട്ടി. അബ് തക് ഉഠി നഹി ഹെ, ഇത് എണീറ്റിട്ടില്ല, ഉണർന്നിട്ടില്ല. ഉഠേഗി ബി നഹി, ഉണരുമില്ല. മേനെ ഇസെ തോടി ബേഹോഷിക്ക് ദവാ ജുതി ഹെ, ഞാൻ ഇതിന് എന്താണ് കുറച്ച് മരുന്ന് കൊടുത്തിട്ടുണ്ട്, എന്തിൻ്റെ, ബോധം കെടാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ബേഹോഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകോൺഷ്യസ്, അപ്പോൾ ബോധം കെടാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് ഞാനിതിന്. അബ് മുझे ലഗി ഹെ ഭൂക്ക്, ഇപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. ദിൻ ഭർ കുച്ച് ഖാനെ കാ വക്ത് ഹി നഹി മില, ദിവസം മുഴുവൻ എനിക്ക് ഒന്നും കഴിക്കാനുള്ള സമയമേ കിട്ടിയില്ല. പേട്ട് മെ ജैसे ചൂഹെ ദൗഡ് രഹേ ഹോ, വയറ്റിൽ ചൂഹ പറഞ്ഞാൽ എലി ഓടുന്ന പോലെ. അതിൻ്റെ അർത്ഥം എന്താണ്, പേട്ട് മെ ചൂഹെ ദൗഡ്ന പറഞ്ഞാൽ അതൊരു മുഹാവരയാണ്, അതൊരു പ്രോവർബാണ്. അതിൻ്റെ അർത്ഥമാണ് നല്ല വിശപ്പ്, ബഹുത് ഭൂക്ക് ലഗന, നല്ല വിശപ്പുണ്ട് എനിക്ക്. तो ऐसा किया जाए, എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാം. ഇसे यहीं लेटाकर अपना जरा कुछ खाने की तलाश करे, ഇതിനെ ഞാൻ ഈ കുട്ടിയെ ഇവിടെ തന്നെ കിടത്തി, ലെഠാക്കർ പറഞ്ഞാൽ ഇവിടെ തന്നെ കിടത്തി എൻ്റെ കഴിക്കാനുള്ള, എനിക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. തലാഷ് പറഞ്ഞാൽ അന്വേഷിക്കാം. ദേഖെ കുച്ച് മിൽ ജായ തോ, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇത്നി രാത് ഗയെ യഹാ ഇസ് വക്ത് അബ് കിസി കാ ആന മുംകിൻ നഹി, ഇത്ര രാത്രിയായി, നല്ല രാത്രിയായി, അതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ ആരും എന്തായാലും വരില്ല, അതുകൊണ്ട് ഈ കുട്ടിയെ ഞാനിവിടെ കിടത്തിയിട്ട് പോവാം. മുംകിൻ നഹി പറഞ്ഞാൽ പോസിബിൾ അല്ല, ഈ രാത്രിയിൽ ആരും ഇവിടെ വരാൻ സാധ്യതയില്ല, അപ്പം ഞാനിവിടെ കിടത്തിയിട്ട് പോവാം. പേട് കി ഓട്ട് മീ ലड़की को डाल देता है, മരത്തിൻ്റെ മറവിൽ, ഓട്ട് എന്ന് പറഞ്ഞാൽ ആ മറവിൽ ആ കുട്ടിയെ അവിടെ കിടത്തുന്നു. ഉസ് പർ അപ്പന കോട്ട് ഫെലാ ദേത്താ ഹെ, ആ കുട്ടിയുടെ മേലെ അവരുടെ സ്വന്തക്കാരുടെ കോട്ടെടുത്ത് ആ കുട്ടിയുടെ മേലെ ഇടുന്നു, കുട്ടിയുടെ മേലെ പുതച്ചു കൊടുക്കുന്നു, കവർ ചെയ്യുന്നു. ഓർ ഇധർ ഉധർ ജറ ചോക്കസ് ദേഖ്താ ഹെ, അവിടെ ഇവിടെയൊക്കെ നോക്കണം, അവിടെ ഇവിടെയൊക്കെ ചോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്, വളരെ നന്നായിട്ട്, നല്ല ഷാർപ്പായിട്ട് ഒബ്സർവ് ചെയ്യാം, ആരെങ്കിലും ഉണ്ടോ എന്താന്നൊക്കെ. ഫിർ ഏക് കദം സാവധാനി സെ രഖ്താ ഹുവാ നിക്കൽ ജാത്താ ഹെ, പിന്നെ ഓരോരോ സ്റ്റെപ്പും സാവധാനി സെ പതുക്കെ വെച്ചിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കാതെ പോകുന്നു.
ഖമ്പ. അപ്പോൾ ഖമ്പ പറയുന്നു പേട് സി, മരത്തിനോടാണ് പറയണത്. പേട് രാജ, ആ പേട് രാജ, ദാൽ മേ കുച്ച് കാല നസർ ആത്താ ഹെ. ആ ദാൽ മേ കുച്ച് കാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പന്തികേടെന്ന്, എന്തോ തെറ്റായ സംഭവം എന്തോ ഉണ്ട്. ദാൽ മേ കുച്ച് കാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോവർബാണ് കേട്ടോ, സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പേട് വ ജറൂർ ബഹുത് ബുറാ ആദ്മി ഹെ കൊയ്. അപ്പോൾ പേട് പറയുന്ന, മരം പറയുന്ന, അത് ഏതോ ഒരു ശരിയല്ലാത്തൊരു മനുഷ്യനാണത്, അതൊരു തെറ്റായ മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. ഓർ യഹ് ലഡ്ക്കി തോ ചോട്ടി സി ഹെ. ഈ പെൺകുട്ടി വളരെ ചെറിയതാണല്ലോ. അപ്പോൾ ലെറ്റർ ബോക്സ്, വഹ് ഉസെ കഹി സെ ഉഠാക്കർ ലായാ ഹെ, മെനെ സുനാ ഹെ. എനിക്ക് ഇവൻ എവിടുന്നോ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നതാണ്, അങ്ങനെ ഞാൻ കേട്ടു അങ്ങനെ. പേട് കൗവെ കോ ജഗാത്തെ ഹുവെ. അപ്പം മരം ഈ കാക്കയെ ഉണർത്തിക്കൊണ്ട് പറയും, ഏ കൗവേ ജാഗ്ന ജാഗ്, എണീക്ക് എന്ന് പറയും. കൗവ ദിൻ ഹോ ഗയാ, രാവിലെ ആയി എന്താ. പേട് നെഹി ദിൻ നെഹി ഹുവ, ഇല്ല രാവിലെ ഒന്നും ആയിട്ടില്ല. പർ എക് ദുഷ്ട ലഡ്ക്കി കോ കഹി സെ ഉഠാക്കർ ലേ ആയ ഹെ. ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാൾ ഒരു ചെറിയ പെൺകുട്ടിയെ എവിടുന്നോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചുപ് വോ ആദ്മി ഇസ് വക്ത് കഹാ യഹാ നഹി ഹെ. പതുക്കെ, ആ മനുഷ്യൻ ഇപ്പോൾ അവിടെ ഇല്ല. वो लड़की उठ जाएगी तो चिल्लाएगी. ആ കുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ എണീക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ നിലവിളിക്കാൻ തുടങ്ങും, ആ കുട്ടി ഒച്ചയിടാൻ തുടങ്ങും, ബഹളം വയ്ക്കാൻ തുടങ്ങും. കൗവ, അപ്പോൾ കൗവ പറഞ്ഞു, കാക്ക പറഞ്ഞു, ആലസ്യം ഒട്ടേവ്. അങ്ങനെ നമുക്ക് എണീക്കുമ്പോൾ ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു ആലസ്യം ഉണ്ടാവില്ല, അതുപോലെയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു. ആങ്കോ പർ എക് ചുള്ളു പാനി ഡാൽക്കർ അഭിയായ ജാത്താ ഹെ. ഞാൻ കണ്ണിലൊന്ന് ഇത്തിരി വെള്ളമൊക്കെ തെളിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഖമ്പ ഭയങ്കർ, ബഹുത് ഹി ഭയങ്കർ. ഖമ്പ പറഞ്ഞു, ഭയങ്കരമാണ്, ശരിക്കും വളരെ ഭീകരതയാണ്. പേട് ഝുക്കർ ലഡ്ക്കി കോ ദേക്കർ, ബച്ചി ബഹുത് പ്യാരി ഹെ, കോൺ ജാനെ കിസ്കി ഹെ. അപ്പോൾ മരം കുനിഞ്ഞ് താഴെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ബച്ചി ബഹുത് പ്യാരി ഹെ, കുട്ടി നല്ല കുട്ടിയാണ്, ആരുടെയാണ് ആർക്കറിയാം എന്ന് പറഞ്ഞു. ലെറ്റർ ബോക്സ് മുടുക്കർ ദിഖ്തെ ഹുവെ, മുടുക്കർ തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറഞ്ഞു, നസ്പിട്ടേനെ सोई हुई को उठा लिया कहीं से, चील जैसे जो चूहा उठा लेती है वैसे. തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു നസ്പിട്ടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. ഇതിൽ താഴെ അതിൻ്റെ ഡെഫിനീഷൻ, അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് താഴെ. നമ്മളൊരു ശാപഗ്രസ്ത് എന്ന് പറയാം ഹിന്ദിയിൽ. ശാപഗ്രസ്ത് എന്ന് പറഞ്ഞാൽ ഒരു ശാപം കിട്ടിയ ജന്മം, നശിച്ച ജന്മം എന്നൊക്കെ പറയില്ലേ നമ്മളിങ്ങനെ. തെറിയാണ്, ഒരു തെറി പോലെയാണത്. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന മീനിങ് നോക്കാം. ऐसे शब्दों का प्रयोग असंवैधानिक है. പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ അസംവൈധാനിക് എന്ന് പറഞ്ഞാൽ ഭരണഘടന വിരുദ്ധം എന്നാണ് എക്സാക്റ്റ് അതിനുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ ലൈഫിൽ, ഡെയിലി ലൈഫിലൊന്നും ഉപയോഗിക്കില്ല, അത് നല്ല വാക്കല്ല. समाज के यथार्थ प्रतिबिंब के लिए लेखक कई बार ऐसे शब्दों का प्रयोग साहित्य में करते रहे हैं, किंतु इसे व्यवहार में नहीं लाया जाना चाहिए. സമാജത്തിലെ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ആൾക്കാരുടെ ഇത് പിന്നെ പ്രതിബിംബം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ലേഖകൻ ഇങ്ങനത്തുള്ള കുറച്ച് വാക്കുകൾ സാഹിത്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇസെ വ്യവഹാരമേ നഹിലാന പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ, സമൂഹത്തിലൊന്നും ഇത് ഉപയോഗിക്കരുത്, അതാണ്. അപ്പോൾ നസ്ബിട്ടെ ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയുന്നതാണ്. സോയി ഹുയി കോ ഉഠാ ലിയ കഹി സെ. ഉറങ്ങിക്കിടക്കണ കുട്ടിയെ എവിടുന്നോ എടുത്തു കൊണ്ടുവരികയാണ്. ജैसे ചീൽ ജैसे ചൂഹ ഉഠാ ലേത്തി ഹെ. അതെന്താ പറയുന്നത്, ചീൽ എന്ന് പറഞ്ഞാൽ ഈഗിൾ കേട്ടോ. ഈഗിൾ ഇങ്ങനെ നോക്കി താഴെ എലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്ന് കൊത്തിക്കൊണ്ടു പോവില്ലേ, അതുപോലെ എന്നാണ് പറയണത്. ഖമ്പ मैं भी देखना चाहता हूँ उसे पर मुझसे झुका नहीं जाता. लाल ताऊ अभी भी सो रही है क्या वो. അപ്പോൾ ഖമ്പ ചോദിച്ചു, എനിക്കും കാണുന്ന കുട്ടിയെ എനിക്കും കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കുനിയാൻ പറ്റില്ല. ജുക്ന എന്ന് പറഞ്ഞാൽ കുനിയ കേട്ടോ, എനിക്ക് കുനിയാൻ പറ്റില്ല. ലാൽ താവു അബിബി സോരഹി ഹെ ക്യാവോ, ഇപ്പോഴും ഉറങ്ങുകയാണോ കുട്ടി. ലെറ്റർ ബോക്സ് ഹാ ഖമ്പെ മഹാരാജ്, അത് ഉറങ്ങുകയാണ് കുട്ടി. കൗവ, അപ്പോൾ കാക്ക വന്നു. കോൻ ഉഠലായ കിസെ ബോലോ അബ്, ആരെ എടുത്തുകൊണ്ട് വന്നത്, ആരെ, എന്താ പറ. അപ്പോൾ മരം പറഞ്ഞു, പേട് ഇസേ ഈസ് ചോട്ടി ലടുക്കിക്കോ എക് ദുഷ്ട ആദ്മി ഉഠാലായ ഹെ. അതാ ഈ കുട്ടിയാണ്, ഈ ചെറിയൊരു പെൺകുട്ടിയെ ഒരു ദുഷ്ട ആദ്മി, ഒരു ദുഷ്ടനായിട്ടുള്ളൊരു മനുഷ്യൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, എവിടുന്നോ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കൗവ ദേക്കർ അച്ഛാ യഹ് ലടുക്കി. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഈ കുട്ടിയാണോ. ഓർ വഹ ദുഷ്ട ആദ്മി കഹാ ഹെ ഇസെ ഉഠാക്കർ ലാനെ വാല. അപ്പോൾ ഇനിയിപ്പോൾ ആ ദുഷ്ടനായിട്ടുള്ള മനുഷ്യൻ എവിടെയാണ്, അയാൾ എവിടെ പോയി, കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന അയാൾ എവിടെ പോയി. അപ്പോൾ ഖമ്പ പറഞ്ഞു, വഹ ജറാ
गया है खाने की तलाश में, भूख लगी थी उसे, അവൻ ഖാനെ की तलाश में ആഹാരം അന്വേഷിച്ച് പോയതാണ്, അവന് വിശപ്പുണ്ടായതുകൊണ്ട്. ലെറ്റർ ബോക്സ് തോടി ഹി ദേർ മേ ആ ജായേഗ നസ്പിറ്റ, കുറച്ച് നേരത്തിൽ വരും ഈ നസ്പിറ്റ. ഓർ യഹ് ഖിലോനെ സി ബച്ചി, ഈ കളിപ്പാട്ടം പോലുള്ളൊരു കുട്ടി, ചെറിയ കുട്ടി. ഗല റൂന്ത് ജാത്ത ഹെ, പറയുമ്പോൾ തൊണ്ട എടറി പോണ്, ഗല തൊണ്ട എടറി പോവുക, അങ്ങനെ ശബ്ദമൊക്കെ എടറി പോവില്ലേ, സങ്കടം തോന്നിയിട്ട്. അങ്ങനെ നെഹി ऐसी कल्पना भी नहीं की जा सकती, അങ്ങനെ ആലോചിക്കാൻ കൂടി വയ്യ. കോൺ ജാനെ ക്യാ ഹോഗ ഇസ് ബച്ചി കാ, പാവം ഈ കുട്ടിയുടെ എന്താവും എന്നല്ല. ഇപ്പോൾ കൗവ, സച്ച്, അതെ സത്യം. ആജ്കൽ കുച്ച് ദുഷ്ട ലോഗ് ബച്ചോ കോ ഉഠാ ലേ ജാത്തെ ഹെ, ഈയിടെയായിട്ട് കുറേ ദുഷ്ടമായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് ഇതുപോലെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകും ഇതുപോലെ. മേ തോ ഘൂംതാ രഹത്താ ഹൂ നാ ऐसा होते देखा है. അപ്പോൾ എന്താണ് കാക്ക എന്താ പറയണത്, ഞാൻ ഘൂംതാ രഹത്താ ഹൂ, ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, എല്ലാവിടെയും കറങ്ങി അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെയൊക്കെ കാണാറുണ്ട്. പേട് മേ ബത്താവും, ഞാൻ പറയട്ടെ. അപ്പൻ യഹ് കാം നഹി ഹോനെ ദേങ്കി, അപ്പോൾ മരം പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇത് സംഭവിക്കരുത്, നമുക്കിത് സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ലെറ്റർ ബോക്സ് പർ മേ കഹത്താ ഹൂ യഹ് ഹോഗ കേസെ, അപ്പോൾ ലെറ്റർ ബോക്സ് പറയും, ശരിയാണ്, പക്ഷേങ്കിൽ ഇത് എങ്ങനെ നമ്മൾ എന്താ ചെയ്യുക ഇതിന്. അപ്പോൾ ഖമ്പ പറയും, ഹോഗ കേസെ മത്ലബ്, എങ്ങനെയാവുമെന്ന് പറഞ്ഞാൽ, ഉസ് ദുഷ്ട കോ മജേ സെ ഇസ് ബച്ചി കോ ഉഠാ ലേ ജാനെ ദേ. അപ്പോൾ ആ ദുഷ്ടൻ നല്ല രസത്തിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നോ എന്ന് ചോദിക്കണേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ചെയ്യണം നമ്മൾ, പിന്നല്ലാതെ അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എന്നോ. അപ്പോൾ കൗവ, വഹ ദുഷ്ട ഹേ കോൺ, ആ ദുഷ്ടൻ ആരാണ്, പെഹലെ ഉസേ നസർ തോ ആനെ ദീജിയെ, അവനെ ആദ്യം കണ്ടു കിട്ടട്ടെ ഒന്ന്. ലെറ്റർ ബോക്സ് मैंने देखा है नस्पिटे को, ലെറ്റർ ബോക്സ് പറഞ്ഞു, അപ്പോൾ ഞാൻ കണ്ടു അവനെ, अच्छी तरह करीब से देखा है, അടുത്ത് തന്നെ, നന്നായി അടുത്ത് തന്നെ കണ്ടു. बहुत ही दुष्ट लगा मुझे तो, എനിക്ക് അവൻ ഭയങ്കര ദുഷ്ടനായിട്ടാണ് തോന്നിയത്. कैसी नज़र थी उसकी, എങ്ങനെയുള്ള, പിന്നെ കാണാൻ എങ്ങനെയായിരുന്നു അവൻ, അവൻ്റെ കണ്ണുകൾ, അവൻ്റെ നോട്ടം, നസർ തീ പറഞ്ഞാൽ അവൻ്റെ നോട്ടം എങ്ങനെയായിരുന്നു. ഘടി ബർക്കോ മുജെ ലഗ കഹി യഹ് മുജെ ഹി നാ ഉഠാ ലേ ജായേ, എനിക്ക് എന്താ തോന്നിയത്, ഇവൻ എന്നെ തന്നെ എടുത്തു പൊക്കിക്കൊണ്ടു പോകുമെന്ന് തോന്നി കണ്ടപ്പോൾ. കൗവ, താവു ആപ്കോ, നിങ്ങളെയോ. അപ്പോൾ ഖോ ഖോ കറുത്തെ ഹസ്താവുക, അപ്പോൾ കുറേ ഖോ ഖോ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ചോട്ടി ലടുക്കി അബ് തക് കുച്ച് ജാഗ് ചുക്കി ഹെ, അപ്പോൾ ആ ചെറിയ കുട്ടി ഇപ്പോൾ ഉണർന്നിട്ടുണ്ടാവും. അത് കുലി ആങ്കോസെ സാമനെ ദേഖ്തി ഹെ, പാതി കണ്ണുകൾ തുറന്നിട്ട് ഇങ്ങനെ ആ കുട്ടി അടുത്ത് നോക്കും. അപ്പോൾ പേട്, ഖമ്പ, ലെറ്റർ ബോക്സ് ഓർ കൗവ ഏക് ദൂസരെ സെ ബാतें कर रहे हैं, ഈ മരം, പോസ്റ്റ്, ലെറ്റർ ബോക്സ്, പിന്നെ ക്രോ, ഇതെല്ലാം കൂടിയിട്ട് മിച്ച് ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ലെറ്റർ ബോക്സ്, ഇത്തന മൂവ് ഫാഡ്കർ ഹസ്നെ കി ക്യാ ബാത് ഹൈ ഇസ്മേ, കാക്ക ഈ ലെറ്റർ ബോക്സിൻ്റെ കേട്ടിട്ട് ചിരിച്ചില്ലേ. ആ സമയത്ത് ലെറ്റർ ബോക്സ് ചോദിക്കും, എന്താ അപ്പോൾ നിനക്കിതിൽ ഇത്രയൊക്കെ ഇങ്ങനെ വായം തുറന്നിങ്ങനെ ചിരിക്കാനുള്ളത്. അപ്പോൾ ഖമ്പ പറയും, ഉസ്കി വഹ ഗന്ദി നസർ യഹാ സെ മുझे भी खूब अच्छी तरह दिखाई दे रही थी. അപ്പോൾ ഖമ്പ പറഞ്ഞു, ഞാനും കണ്ടു അവൻ്റെ ആ വൃത്തികെട്ട നോട്ടം, ഗന്ദി നസർ, ആ വൃത്തികെട്ട നോട്ടം എനിക്കും ഇവിടുന്ന് നന്നായി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പേട്, ചോട്ടെ ബച്ചോ കോ ഉഠാനെ സെ ജ്യാദാ ബുറാ കാം ഓർ ക്യാ ഹോ സക്താ ഹൈ, ചെറിയ കുട്ടികളെ ഇതുപോലെ പൊക്കിക്കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും വൃത്തികെട്ട പണി പിന്നെ എന്താ ഉള്ളത്. ലड़की ഉठ്കർ बैठ जाती है स्वप्न देखने जैसी ഭാവമുദ്ര, ആ പെൺകുട്ടി അപ്പോൾ എണീറ്റ് പതുക്കെ ഇരിക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ സ്വപ്നം കാണുന്ന പോലെ ഉള്ള ഒരു ഇതാണ്, ആ കുട്ടിയെ കാണുമ്പോൾ അങ്ങനെ ഉണ്ട്, എന്തോ സ്വപ്നം കണ്ടിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ലെറ്റർ ബോക്സ്, കേസാ മൻ ഹോത്താ ഹെ നസ്പിട്ടോങ്ക, ഇവന്മാർക്കൊക്കെ എങ്ങനെ തോന്നണം ഇങ്ങനെ, ഉൻക വഹി ജാനെ, അവർക്ക് തന്നെ അറിയുള്ളൂ എന്താന്നത്. കൗവ, താവു ഏക് ജഗ ബൈഠേ രഹക്കർ യഹ് കേസെ ജാൻ സക്കോഗെ, നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും. ഉസ്കെ ലിയെ തോ മേരി തറ റോസ് ചാറോ ദിശാവോ മേ ഗസ്ത് ലഗാനി പടേഗി തബ് ജാൻ പാओगे യഹ് സബ്, നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് അറിയാൻ പറ്റില്ല, എന്നെ പോലെ ഇങ്ങനെ 4 വശത്തേക്കും അവിടെ ഇവിടെയും കറങ്ങിക്കൊണ്ട് നടന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഗസ്ത് ലഗാന പറഞ്ഞാൽ പെട്രോളിങ് ഡ്യൂട്ടി ഇല്ലേ നമ്മൾ, പിന്നെ പോലീസോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചോക്കിദാർ പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യില്ലേ, രാത്രി ആൾക്കാർ രാത്രിയായാലും അല്ലാന്നുണ്ടെങ്കിലും അതിനാണ് ഗസ്ത് ലഗാന എന്ന് പറയുക കേട്ടോ, പെട്രോളിങ്.
അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കറങ്ങണവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. പേട് കാഫി സമജ്ദാർ ഹെ തോ, ഓ നീ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അരേ യേ ഹംസെ കേസെ ഹോ സക്കേഗാ, അപ്പം മരം പറയും ഞങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ എങ്ങനെ പറ്റും. ലഡ്കി സ്വപ്ന ദേഖ്തി ഹുയി സി ഖടി ഹെ, കുട്ടി ഒരു എന്തോ സ്വപ്നം കണ്ട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. ലഡ്കി ക്യാ യേ സബ് ബോൾ രഹേ ഹെ, ലെറ്റർ ബോക്സ് ബിജ്ലി കാ ഖംബ യേ പേട് കൗവ. അപ്പം കുട്ടി സ്വന്തം തന്നെ ആലോചിക്കുകയാണ്, ഇതെന്താ അത്, ഈ ലെറ്റർ ബോക്സും കറണ്ടിൻ്റെ പോസ്റ്റും മരവും കാക്കയും ഇവരെല്ലാം സംസാരിക്കുന്നു. കൗവ സബ്കോ ഇഷാര കർത്താ ഹെ, അപ്പോൾ കാക്ക ഇത് കണ്ടു. അപ്പോൾ കാക്ക എല്ലാവരുടെ അടുത്തും ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കുട്ടി നോക്കണ്ടെന്നുള്ള ഒരു സങ്കേതം കൊടുക്കും. തബി സബ് ഏകദം ചുപ് സ്തബ്ധ ഹോ ജാത്തെ, എല്ലാവരും അപ്പോൾ അവിടെ ശാന്തമായി മിണ്ടാണ്ടിരിക്കും. ലഡ്കി ഇൻ സബ് കെ പാസ് ജാക്കർ ഖടി ഹോ ജാത്തി ഹെ, ആ കുട്ടി എണീറ്റ് ഇവരുടെയൊക്കെ അടുത്ത് പോയി നിൽക്കും. അച്ചി തറ സബ്കോ ദേഖ്തി ഹെ പർ സഭി നിർജീവ് ലഗ്തെ ഹെ, ഈ കുട്ടി ഓരോരുത്തരുടെ അടുത്തും പോയി നോക്കും. കാരണം ഇവരുടെയൊക്കെ സംസാരിക്കുന്ന പോലെ ഈ കുട്ടിക്ക് തോന്നി. അപ്പം ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എല്ലാവരുടെ അടുത്തും പോയി നിന്ന് നന്നായി നോക്കും നിന്നിട്ട്. പക്ഷേങ്കിൽ എന്താണ്, സബ് നിർജീവ് ലഗ്തെ ഹെ, നിർജീവം പറഞ്ഞാൽ ജീവനില്ലാത്തത്. അപ്പോൾ എല്ലാവരും പക്ഷെ ആരും ജീവനുള്ളതായിട്ട് തോന്നുന്നില്ല, എല്ലാം ജീവനില്ലാത്തതാണ്. പക്ഷെ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ലഡ്കി യേ തോ ഠീക്ക് ലഗ് രഹേ ഹെ, ഇത് നല്ലതാണല്ലോ. ഫിർ മുझे जो दिखाई दिया वह सपना था या कुछ और, പക്ഷേ ഇവരെല്ലാം ശരിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. പക്ഷേങ്കിൽ പിന്നെ ഞാൻ കണ്ടതോ ഇവർ സംസാരിക്കുന്നതായിട്ട് എനിക്ക് സ്വപ്നം കണ്ടതാണോ അത്. ഫിർ ഘോർ സെ ദേഖ്തി ഹെ സബി നിസ്തബ്ദ്, അപ്പം പിന്നെ നന്നായി നോക്കും ഈ കുട്ടി എല്ലാവരെയും. പക്ഷെ എല്ലാവരും എന്താണ്, നിസ്തബ്ദ് പറഞ്ഞാൽ ചലനമില്ലാതെ അനങ്ങാതെ നിൽക്കുക എല്ലാവരും. കോൻ ബോൾ റഹാത്ത, പിന്നെ ആരായിരുന്നു സംസാരിക്കേണ്ടായിരുന്നത്. കോൻ ഗപ്പേ മാർ റഹാത്ത, ഗപ്പേ മാറിന പറഞ്ഞാൽ ഗോസിപ്പ്, പിന്നെ ആരായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി ഗോസിപ്പ് ചെയ്യേണ്ടായിരുന്നത്. സബി ചുപ്പ്, എല്ലാവരും ശാന്തമാണ്. കോൻ ബാത്തേം കർ റഹാത്ത, ആരായിരുന്നു സംസാരിക്കേണ്ടായിരുന്നത്. മുझे डर लग रहा है मैं कहाँ हूँ, പിന്നെ കുട്ടി പറയാൻ തുടങ്ങി എനിക്ക് പേടിയാവുന്നു. ഇതെവിടെയാണ് ഞാൻ, യേ സബ് ക്യാ ഹെ, മേരാ ഘർ കഹാ ഹെ, ഇതെല്ലാം എന്താ ഇത്, എൻ്റെ വീട് എവിടെയാണ്. മേരെ പാപ്പ കഹാ ഹെ, എൻ്റെ അച്ഛൻ എവിടെയാണ്. മമ്മി കഹാ ഹെ, അമ്മ എവിടെയാണ്. കഹാ ഹൂ മേ, ഞാൻ എവിടെയായത്. മുझे बहुत डर लग रहा है, എനിക്ക് നല്ല പേടിയാവുന്നു. बहुत डर लग रहा है, എനിക്ക് നല്ല പേടിയാവുന്നു. कैसा अंधेरा है चारों तरफ, നാല് ഭാഗത്തും നല്ല ഇരുട്ട്. रात है सपना देख रही थी मैं, രാത്രിയാണ് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. पर सब सच है कोई तो बोलो ना नहीं तो ചീക്കൂങ്കി मैं ചീക്കൂങ്കി, അപ്പോൾ പക്ഷെ എന്നാൽ എല്ലാം സത്യമാണ്. कोई तो बोलो ना, ആരെങ്കിലും പറയും എന്തെങ്കിലും. नहीं तो ചീക്കൂങ്കി मैं ചീക്കണ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, അലറുക. ഞാൻ നല്ല ഒച്ച വയ്ക്കുക, ബഹളം വയ്ക്കുക തന്നെ. ആരെങ്കിലും എന്തെങ്കിലും പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബഹളം വയ്ക്കും. സഭി ചുപ്പ്, പക്ഷേങ്കിൽ എല്ലാവരും ശാന്തമായിരുന്നു. സ്തബ്ദ്, അനങ്ങാതിരുന്നു. ലഡ്കി ഘബരാക്കർ ഏക് കോനെ മേ അങ്ക് സിക്കോഡ്കർ ബാഡ് ജാത്തി ഹെ, ആ കുട്ടി എന്ത് ചെയ്യും, പിന്നെ ആ പെൺകുട്ടി അവിടെ ഒരു കോർണറിൽ പോയിട്ട് അങ്ക് സിക്കോഡ്കർ ബാഡ് ജാത്തി ഹെ. അങ്ക് സിക്കോഡ്കർ പറഞ്ഞാൽ കാലും കൈയെല്ലാം ചുരുക്കി പിടിച്ചിട്ടിങ്ങനെ, പണ്ടത്തെക്കാട്ടിലും പറഞ്ഞാൽ കുറച്ച് സ്ഥലം എടുത്തിട്ട് നമ്മളിങ്ങനെ കാലൊക്കെ പേടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ടൊക്കെ വയറിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, ഒതുങ്ങിയിരിക്കില്ലേ, അതിനാണ് പറയണത്. കാരണം ആ കുട്ടിക്ക് അപ്പോഴാണ് ഉറങ്ങി എണീറ്റ് ബോധം വന്ന് ആ കുട്ടി പേടിച്ച് വരച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ. ഫിർ അപ്പന സിർ ഘുട്ടനോ സെ ഡാൽ ലേത്തി ഹെ, പിന്നെന്താ ചെയ്യണത്, കാലിൻ്റെ മുട്ട് രണ്ടും വയറിനോട് ചേർത്ത് ഇങ്ങനെ വെച്ച് പിന്നെ തലയെ മുട്ടിൽ വെച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് ഉറങ്ങുമ്പോൾ ഇരിക്കില്ല ഇങ്ങനെ, അതുപോലെ ഇരുന്നു ആ കുട്ടി. ലഡ്കി മുझे डर लग रहा है मुझे डर लग रहा, ആ കുട്ടി ഇതേ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് പേടിയാവുന്നു. ലെറ്റർ ബോക്സ് പേട് സെ, ലെറ്റർ ബോക്സ് മരത്തിനോട് പറയുന്നത്. അബ് മുസ്സെ ചുപ്പ് നഹി രഹാ ജാത്ത ബഹുത് ഘബറായി ഗയി ഹെ, ഇനി എൻ്റെ അടുത്ത് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, മിണ്ടാതിരിക്കാൻ പറ്റില്ല. ആ കുട്ടി കുറേ പരിഭ്രമിച്ചിരിക്കുന്നത്. ഘബറാന പറഞ്ഞാൽ ഭയങ്കര പേടിച്ച് പരിഭ്രമിച്ച്. ആകെ സറക്കർ ബച്ചി ഘബറാമത്ത്, അപ്പോൾ കാരണം ഇവരെല്ലാവരും മിണ്ടാതിരിക്കുമായിരുന്നില്ലേ, അപ്പോൾ ഇനി അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല പറഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ലെറ്റർ ബോക്സ് പറയും, ബച്ചി ഘബറാമത്ത്, നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട. ഇപ്പോൾ ലഡ്കി പഹലെ ഊപ്പർ ദേഖ്തി ഹെ ഫിർ സാമനെ കോൺ, കുട്ടി ആദ്യം മോളിൽ നോക്കും, പിന്നെ അടുത്ത് നോക്കും. കോൺ, ആരാണ്. ലെറ്റർ ബോക്സ്, മേ ഹൂ ലെറ്റർ ബോക്സ്, ഞാൻ ലെറ്റർ ബോക്സ് ആണ്. ലഡ്കി തും ബോൾത്തി ഹോ, നീ പറയൂ, സംസാരിക്കൂ. ലെറ്റർ ബോക്സ്, മേരെ മുँह नहीं है क्या, എൻ്റെ എന്താ. അപ്പോൾ ലഡ്കി തും ചലത്തെ ഭി ഹോ, നീ നടക്കുകയും ചെയ്യോ.
അപ്പോൾ ലെറ്റർ ബോക്സ് ഹാ ആദ്മിയോ കോ ദേഖ് ദേഖ് കർ ഞാൻ മനുഷ്യന്മാരെ കണ്ടിട്ട് ഞാൻ നടക്കുകയും ചെയ്യും. ലഡ്കി സച്ച് സത്യമാണോ? ലെറ്റർ ബോക്സ് ഉസ്മേ ക്യാ ഹേ അതിലെന്താ ഉള്ളത്? തോട ചൽക്കർ ദിഖാത്ത ഹേ കുറച്ച് ഇങ്ങനെ നടന്ന് കാണിക്കും. പർ തു ഘബറാ മത് നീ പേട കുട്ടിയോട് പറയും. ലഡ്കി ഏകദം ഖിൽഖിലാക്കർ ഹസ്തി ഹേ മജ്ജ. അപ്പോൾ ഈ കുട്ടിക്ക് ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്, നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ലെറ്റർ ബോക്സ് നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. ആ കുട്ടി അപ്പോൾ ചിരിക്കാൻ തുടങ്ങും. ലെറ്റർ ബോക്സ് ഖുഷ് ഹോക്കർ. അപ്പോൾ ലെറ്റർ ബോക്സിന് ഭയങ്കര സന്തോഷമാകും കുട്ടി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ. വൈസെ മേ തോടാ സാ ഗാബി ലേത്താ ഹൂँ കുച്ച് ഭജൻ വഗേര. അപ്പോൾ ലെറ്റർ ബോക്സ് എന്ത് പറയും? ഞാൻ കുറച്ച് പാടുകയൊക്കെ ചെയ്യും, അങ്ങനെ ഭജനയൊക്കെ ഞാൻ പാടാറുണ്ട്. അപ്പോൾ ലഡ്കി സച്ച് സത്യമാണോ? അപ്പോൾ ലെറ്റർ ബോക്സ് ഭജൻ കി ഏക് ലൈൻ ഗാത്താ ഹേ ഹൂँ ഏതൊരു ഭജൻ്റെ ഒരു ലൈന് പാടും. ലഡ്കി തും മജേദാർ ഹോ നീ നല്ല രസമാണല്ലോ. ബഹുച്ചേ ഹോ നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. ലെറ്റർ ബോക്സ് പർ മേ ബഹുത് ലാൽ ഹൂँ പക്ഷെ എന്താണ് ഞാൻ കുറേ ചുവപ്പ് കളറാണ്. നാസ്പിട്ടോം കി പാസ് ജേസെ ദൂസറ രംഗ് ഹി നഹി താ. ഈ ഇവന്മാരുടെ അടുത്ത് ഈ വൃത്തികെട്ടവന്മാരുടെ അടുത്തെന്നൊക്കെ പറയില്ല, അതാണ് വേറെ ഒരു കളറും ഇല്ലാത്ത പോലെയാണ്. ലാൽ രംഗ് പോത്തിയ മുജ് പർ എൻ്റെ മേലെ മുഴുവനും റെഡ് കളറിൽ എൻ്റെ മേലെ മുഴുവൻ ചുവന്ന കളർ പൂശി വെച്ചിരിക്കുക. അവിടെ പോത്തുതിന പറഞ്ഞാൽ പൂശുക. ലഡ്കി ലെറ്റർ ബോക്സ് തും സച്ചി ബഹുത് അച്ചേ ഹോ ലെറ്റർ ബോക്സ് നീ സത്യത്തിൽ നല്ലതാണ് നിങ്ങൾ. पर मुझे ना अभी भी बिल्कुल सच नहीं लग रहा है सपना लग रहा है सपना. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്? എനിക്കിപ്പോഴും പക്ഷേ തോന്നണില്ല, ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നണേ ഇല്ല, എനിക്കിതൊക്കെ സ്വപ്നം പോലെ ഉണ്ട്, സ്വപ്നം പോലെ. ലെറ്റർ ബോക്സ് കഭി ന ദേഖി ഹോ ऐसी चीज़ देख लो यूं ही लगता है. അപ്പോൾ ലെറ്റർ ബോക്സ് എന്താ പറയുക? എപ്പോഴും കാണാത്തൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്താണ് അങ്ങനെ തന്നെ തോന്നുള്ളൂ, നമ്മൾ സ്വപ്നം കാണുമെന്നേ തോന്നുള്ളൂ. തു രഹത്തി കഹാ ഹൈ നീ എവിടെയാണ് താമസിക്കണത്? ലഡ്കി മേ അപ്പനെ ഘർ മേ രഹത്തി ഹൂँ ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ലെറ്റർ ബോക്സ് ബഹുത് അച്ചേ നല്ല കാര്യം. ഹർ കിസിക്കോ അപ്പനെ ഘർ ഹി രഹന ചെയ്യേ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത്, ഇരിക്കേണ്ടത്. പർ തേരാ ഘർ ഹേ കഹാ പക്ഷെ നിൻ്റെ വീട് എവിടെയാണ്? ലഡ്കി ഘർ ഹമാരി ഗല്ലി മേ ഹേ വീട് ഞങ്ങളുടെ ഗല്ലി പറഞ്ഞാൽ ലെയിൻ സ്ട്രീറ്റ് ആണ്, അവിടെയാണ് ഞങ്ങളുടെ വീട്. ലെറ്റർ ബോക്സ് हम जैसे अपने घरों में रहते हैं वैसे ही घर भी गली में हो तो अच्छा रहता है. पर ये गली है कहाँ? അപ്പോൾ ലെറ്റർ ബോക്സ് എന്താ പറയുന്നത്? നമ്മൾ ജैसे अपने घरों में നമ്മൾ നമ്മളുടെ വീട്ടിലിരിക്കുന്നു, അതുപോലെ वैसे ही घर भी गली में हो तो अच्छा रहता है നമ്മൾ നമ്മളുടെ വീട്ടിൽ. അപ്പോൾ ഈ വീടുകൾ ഏതെങ്കിലും ലൈനിലൊക്കെ ആയിരിക്കും, ഏതെങ്കിലും തെരുവിൽ സ്ട്രീറ്റിലായിരിക്കും. അതുപോലെ ഈ ഗല്ലി ഈ സ്ട്രീറ്റ് എവിടെയാണ് നീ പറയണത്? അപ്പോൾ ലഡ്കി സടക് പർ അത് റോഡിലാണ്. ആസാൻ തോ ഹേ മിൽനി അത് എളുപ്പമാണല്ലോ, അത് റോഡിലാണ്, അത് എളുപ്പമാണ് കണ്ടുകിട്ടാൻ. ഹമാരി ഗല്ലി ഏക് ബഡി സടക് പർ ഹേ ഞങ്ങളുടെ ഗല്ലി ഞങ്ങളുടെ സ്ട്രീറ്റ് ഒരു വലിയ റോഡിലാണ് ഞങ്ങളുടെ സ്ട്രീറ്റ്. ഉസ് സടക് പറഞ്ഞ ആദ്മി ഹി ആദ്മി ആത്തെ ജാത്തെ രഹത്തെ ഹേ അപ്പോൾ ആ റോഡിൽ എന്താണ് മുഴുവനും ആൾക്കാർ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും. ലെറ്റർ ബോക്സ് ഏതോ അച്ചാ ഹി ഹേ കി ഹം ഘരോं में हो घर गली में हो गलियाँ सड़कों पर और सड़कों पर बहुत से लोग हो അപ്പോൾ ലെറ്റർ ബോക്സ് പറയും ഇത് നല്ല കാര്യമാണ്, നമ്മൾ വീട്ടിലാണ്, വീട് ഗല്ലിയിലാണ്, സ്ട്രീറ്റുകളിലാണ്, ഈ സ്ട്രീറ്റുകൾ റോഡിലാണ്, പിന്നെന്താണ് സടക്കും പർ ബഹുത് സേ ലോഗ് ഹോ റോഡിൽ കുറേ ആൾക്കാരും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസെ ചോരി വോരി ബി കം ഹോത്തി ഹെ അങ്ങനെ ആവുമ്പോൾ എന്താണ് മോഷണങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പർ തുമാരെ ഈ സടക്ക നാം ക്യാ ഹെ പക്ഷെ നിൻ്റെ ഈ റോഡിലാണ് ആ ഗല്ലി പറഞ്ഞില്ലേ അപ്പോൾ ആ റോഡിൻ്റെ പേരെന്താണ്? ലഡ്കി നാം ഹമാരെ ഘർവാലി സടക് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡ്. അപ്പോൾ ഇത് ചെറിയ കുട്ടിയാണ്, അവൾക്ക് അഡ്രസ്സൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, എവിടെയാണ് എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടിക്ക് അറിയുന്നില്ല, അതാണ്. ലെറ്റർ ബോക്സ് അരെ വഹത്തു തുമാര ദിയാ ഹുവ നാം ഹെ അത് നീ പറയണ പേരല്ലേ അത്? ജैसे मुझे सबने दिया है लाल ताऊ എനിക്ക് എല്ലാവരും തന്നിരിക്കുന്ന പേരാണ് ലാൽ താവു. पर मेरा असली नाम तो ലെറ്റർ ബോക്സ് പക്ഷേ എൻ്റെ ശരിക്കുള്ള പേരെന്താണ്? ലെറ്റർ ബോക്സ് ആണ്. അതുപോലെ നീ ആ റോഡിൻ്റെ അല്ലെങ്കിൽ ആ ഗല്ലിയുടെയൊക്കെ പേരെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലഡ്കി ഏ സബ് കോൺ അപ്പോൾ കുട്ടിക്കൊരു ഡൗട്ടായി.
അപ്പോൾ ലാൽ താവൂ എന്ന് എന്നെ വിളിക്കും എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ ഈ എല്ലാവരും ആര് എന്ന് കുട്ടി ചോദിക്കാൻ തുടങ്ങി. യേ സബ് യാനി കോൻ, ഈ എല്ലാവരും എന്ന് പറയുന്നത് ആരാണ്? യഹാ തോ കോയി നഹീ ഹൈ, ഇവിടെ ആരുമില്ലല്ലോ. ലെറ്റർ ബോക്സ് ഹഡബടാക്കർ, അപ്പോൾ ലെറ്റർ ബോക്സ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധം വന്നിട്ട് പറയും കാരണം മറ്റുള്ളവരൊക്കെ ഇതുപോലെ സംസാരിക്കുന്നുള്ളത് അറിയിക്കരുതല്ലോ കുട്ടിയുടെ മുമ്പിൽ. നഹി നഹി യഹാ തോ കോയി നഹീ, ഇല്ലില്ല ഇവിടെയൊന്നും ആരുമില്ല. മേ വൈസെ ബത്താ രഹാ താ, ഞാൻ ഇങ്ങനെ പറയായിരുന്നു. തുജെ കോയി മുझे ऐसे कहे तो, എന്നെ അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ പേട് ഖമ്പ കൗവ സബി ठंडी लंबी सांस लेते हैं. ഇവരെല്ലാവരും ഈ മരവും പോസ്റ്റും കാക്കയും ഒക്കെ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ കിടന്ന് ലെറ്റർ ബോക്സ് എന്താണ് ആ സിറ്റുവേഷൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് ഇവരെല്ലാം നീണ്ട ശ്വാസം വലിച്ചു. ഹാവു സമാധാനം എന്ന് വിചാരിച്ചിട്ട്. ലെറ്റർ ബോക്സ് तो तेरी उस सड़क का लोगों का दिया हुआ नाम क्या है? അതുപോലെ എന്നെ മറ്റുള്ളവർ വിളിക്കുന്ന പോലെ നിൻ്റെ ആ റോഡിൻ്റെ ആൾക്കാർ പറയണ പേരെന്താണ്? എന്ത് റോഡാണെന്ന് അതിൻ്റെ പറയണത്. ലड़की, പെൺകുട്ടി പറയും. മുझे नहीं पता, എനിക്കറിയില്ല. സഭി ഉസ്സെ സടക്ക് कहते हैं, എല്ലാവരും അതിനെ സടക്ക് എന്നാണ് പറയുക. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്. സച്ച്, സത്യം. കോയി റോഡ് भी कहता है, റോഡ്. ചിലരൊക്കെ റോഡെന്നും പറയും, ചിലർ സടക്കെന്നും പറയും, ചിലർ റോഡെന്നും പറയും. ലെറ്റർ ബോക്സ് पेट से लिफाफे निकाल कर दिखाते हैं. ലെറ്റർ ബോക്സ് ഒരു ലിഫാഫ പറഞ്ഞ കവർ, പോസ്റ്റ് കവറല്ലേ അതിനാ മെയിൻ പറയുക. ഒരു കവർ എടുത്തിട്ട് ആ കുട്ടിക്ക് കാണിക്കും. എന്നിട്ട് പറയും ഇത് നോക്ക്, ഇവിടെ ഇസ് പർ ജैसे പത്ത ലിഖാ ഹുവാ ഹൈ വൈസെ പത്ത നഹീ ഹൈ തെരാ, ഇതിൽ അഡ്രസ്സ് ചെയ്തിരിക്കണ കണ്ടോ? പത്ത പറഞ്ഞ അഡ്രസ്സ്. അപ്പോൾ ഇതിൽ അഡ്രസ്സ് ചെയ്തിരിക്കണ കണ്ടോ? അതുപോലെ നിനക്ക് അഡ്രസ്സ് ഒന്നുമില്ലേ? ഈ 7th ചാപ്റ്റർ പാപ്പ ഖോ ഗയിൻ്റെ പാർട്ട് 2 അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ.